നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരിപ്പ് പായസമാണ്. ഞാനാണ് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് പരിപ്പ് പായസം എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. പരിപ്പ് പായസത്തിന് നമ്മൾ പരിപ്പ് എടുത്തിട്ടുണ്ട്, തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ജീരകം, നല്ല ജീരകം ചതച്ചെടുത്തിട്ടുണ്ട്, ഏലക്ക, ചുക്കുപൊടി, പിന്നെ നെയ്യ്, പിന്നെ പാൽ, 1-ാം പാലും 2-ാം പാലും, ശർക്കര. ഇത്രയും ശർക്കര നമ്മൾ പാനിയാക്കി വെച്ചിട്ടുണ്ട്, അതിന് ഊറ്റി ഒഴിക്കണം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ പരിപ്പ് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഈ പരിപ്പ് മൂപ്പിക്കുമ്പോൾ അതിൽ നിന്നൊരു ലേശം എടുത്ത് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് പായസത്തിൽ അത് പിന്നീട് ചേർക്കാനാണ്. മൂത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പരിപ്പ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇത് തീ കൊണ്ടും കരിഞ്ഞു പോകും. മാറ്റാം. നമുക്ക് പരിപ്പ് നേരത്തെ മാറ്റി വെച്ച ആ പരിപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇത് ഇടുന്നത്. നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കിസ്മസ് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മളിവിടെ തേങ്ങ ചെറിയ കൊത്തായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുവാണ്. നന്നായിട്ട് മൂക്കണം. ഇവിടെ തേങ്ങാക്കൊത്ത് മൂത്തിട്ടുണ്ട്. നമുക്കത് പുതിയൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മളെല്ലാം നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്തും കിസ്മസും അണ്ടിപ്പരിപ്പും എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച പരിപ്പ് നമുക്കൊന്ന് കഴുകി എടുക്കാം. ജസ്റ്റ് നമ്മളൊന്ന് കഴുകിയിട്ടാണ് എടുക്കുന്നത്. നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ട് ആണ് കഴുകുന്നത്. ഈ പരിപ്പ് എടുത്തിടുകയാണ്. നമ്മൾ കഴുകി വൃത്തിയാക്കിയ പരിപ്പ് അല്ലെങ്കിൽ നമ്മൾ ചട്ടിയിലോട്ട് ഇടുകയാണ്. ഇതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതാണ്, അതുകൂടി ചേർക്കുവാണ്.
ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഏലക്ക പൊടിച്ചതും ഈ ജീരകവും പിന്നെ ഒരു കുറച്ച് ചുക്ക് പൊടിയും കൂടി ചേർത്ത് വെക്കുവാണ്. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ, വേകട്ടെ, പരിപ്പ് വേകട്ടെ. നമ്മുടെ പരിപ്പ് കുറച്ച് പകുതിയോളം വേവായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. രണ്ടാം പാല് ചേർക്കുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. നമ്മൾ ഇളക്കി യോജിപ്പിക്കണം ഇനി പരിപ്പ് വേകുന്നത് വരെ. നമ്മുടെ പരിപ്പെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ശരിക്കും പരിപ്പ് വെന്തതിന് ശേഷമേ ശർക്കര ഇടാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത്തിരി താമസം വരും പരിപ്പ് വേകാനായിട്ട്. അപ്പം പരിപ്പ് എല്ലാം വെന്ത് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്നാം പാൽ ഒഴിക്കുക ഇതിലോട്ട്. പിന്നെ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ചുക്കും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാക്കൊത്തും എല്ലാം ഇട്ട് നമുക്കിത് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. നമ്മൾ പരിപ്പ് രണ്ട് മൂപ്പിലെടുത്തത് കൊണ്ട് കടിക്കാനായിട്ട് പരിപ്പ് കിട്ടും കണ്ടോ, അല്ലെങ്കിൽ എല്ലാം ഒരേപോലെ അങ്ങ് വെന്ത് പോകും. ചില പരിപ്പ് കണ്ടോ കടിക്കാനായിട്ടും കിട്ടുന്നു. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം.